ഹലോ, വീണ്ടും ഒരു കല്യാണ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമേ 3 പേര് മോട്ടോയ്ക്കകത്ത് സീറ്റ് പിടിച്ചിരിപ്പുണ്ട്. സൈഡ് സീറ്റ് കിട്ടാത്ത കലവത്തിലാണ് മൂത്ത മോൻ ദാ ഇങ്ങോട്ട് നടുക്കോട്ടിരിക്കുന്നത്. അങ്ങറ്റത്തിരിക്കുന്ന ആൾക്ക് ഭയങ്കര സന്തോഷം സൈഡ് സീറ്റ് കിട്ടിയോണ്ട്. അങ്ങനെ അതെ, ഇത് നമ്മുടെ സ്വന്തം ഏരിയയാണ് കേട്ടോ. അതിനാണ് ഇങ്ങനെ ഇത്ര സ്ലോയിൽ പോകുന്നത്. നമ്മുടെ സ്വന്തം വണ്ടിയാണ്. സാരഥി എൻ്റെ കെട്ടിയനാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അങ്ങോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. റോഡ് പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ലേറ്റായിട്ടാണ് കേട്ടോ കല്യാണത്തിൽ നിന്ന് ഇറങ്ങിയത്. 11:30 മണിയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. ഇനി പോയി കല്യാണം കഴിഞ്ഞാലും കുഴപ്പമില്ല, ഫുഡ് കിട്ടിയാൽ മതിയെന്നും പറഞ്ഞാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴേക്കും പിന്നെ സ്പീഡിന് അങ്ങ് പോയപ്പോൾ വഴിയിൽ വെച്ച് മച്ചയുടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കണ്ടതിന് അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടൊക്കെ പോയി. നമ്മൾ ചെന്നപ്പോഴേക്കും ഇതാ നിജ ചോറൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ പുതിയ ഹോളാണ്. മുൻപ് എന്തോ ഹോസ്പിറ്റലിൽ കണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അവിടെ വെച്ച് റിസുവിൻ്റെ കൂട്ടാൻ്റെ കണ്ട് ഇത് ഐമാനാണ് കേട്ടോ. ഐമ റിസുവിനെ കണ്ടപ്പോൾ റിസുവിനടുത്ത് നിന്ന് മാറുന്നില്ല. അവൻ കുറച്ച് പോപ്കോണും കൊണ്ടുവന്നിരുന്ന് കഴിക്കുന്നു. അവൻ ആരെയും വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടെ പിന്നെ ഭയങ്കര ചാട്ടവും ഓട്ടവും ബഹളമായി. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും എന്താ പെണ്ണിനെ കൊണ്ടുവരുന്നല്ലേ കേട്ടാ. ചെറുക്കനെ കൊണ്ടുവന്നപ്പോഴേക്കും നല്ല ഡാൻസ് ഉണ്ടായിരുന്നു. പെണ്ണിനെ കൊണ്ടുവന്നൊന്നും കാണാൻ പറ്റിയില്ല, കാരണം ആ സമയത്ത് നമ്മൾ കഴിക്കാൻ ഇറങ്ങിപ്പോയി. അങ്ങനെ അടിപൊളി ഡാൻസായിരുന്നു കേട്ടോ. മറ്റേ അതിന് സംഭവം പൂക്കുറ്റിന്ന് തന്നെ എന്തോ പറയുന്നത്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഈ തീപ്പൊരിയൊക്കെ തെറിച്ച് വീഴൂലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴേക്കും ഞാൻ വെച്ച് ഭയങ്കര തിരക്കായിരിക്കുന്നു. പക്ഷെ ആൾ കുറവായിരുന്നു കേട്ടോ. അങ്ങനെ എന്താണ് എടുത്തത്, ഞാൻ ബീഫ് ബിരിയാണിയാണ് എടുത്തത്. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ പിന്നെ ഒന്നും കുറച്ചില്ല. ഒരാൾ കുറച്ച് പോപ്കോൺ എടുത്ത്, ഒരാൾ കുറച്ച് പൂവെടുത്ത്, മോളുടെ കയ്യിൽ ഐസ്ക്രീം കൊടുത്തില്ല, ഐസ്ക്രീമിൻ്റെ കോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എന്തിനാണെന്ന് സ്പ്രിങ് റോളിൻ്റെ കുഞ്ഞാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോ സാധനങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട്. കല്യാണത്തിന് പോയെന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും മിസ്സാക്കാൻ പാടില്ല. പിന്നെ പണ്ടൊക്കെ വിചാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നതെന്ന്. പിന്നെ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ടാറ്റാ.